ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റഡി ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ദ കറണ്ട് ഫീലിംഗ്, ദ കറണ്ട് എനർജി ചെക്ക് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല, നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളുടെ എനർജി ആണെന്ന് വെച്ച് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, ചെയ്യിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ദ കറണ്ട് എനർജി, ദ ഡെത്ത് റീബേർത്ത്, the Four of Swords, ദി എംപ്രസ് കാർഡ്, ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നമുക്ക് ദ കിങ് ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു തുടക്കം അല്ലെങ്കിൽ പുതിയ ഒരു ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും അതിന് പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ്. അതായത് ഇവിടെ ഒരു ഇമോഷണലി വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പക്ഷെ അതിന് സാധിക്കാത്ത ഒരു രീതിയിലുള്ള അവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത പരിഗണന, സ്നേഹം, ഇതൊക്കെ വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു മൊമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിമിഷം വീണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയതും പരിഗണിച്ചതും ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ വ്യക്തി ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആരുമില്ലാത്ത സമയത്ത് കൂട്ടുനിന്നതായിരിക്കാം നിങ്ങൾ. പക്ഷേ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ്, നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദി എംപ്രസ് കാർഡ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മദർലി ഫീലിംഗ് പോലെ അത്രയും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. തന്നെ നിങ്ങളെപ്പോലെ വേറൊരാൾ പകരം വെക്കാനില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ ആ ഒരു വ്യക്തി വീണ്ടും ആ ഒരു നിമിഷം തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തിയുടെ കറണ്ട് തോട്ടിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ കിങ് ഓഫ് വൺസ്. ഓക്കെ, ദ ഡെവിൽ കാർഡ്. എത്രത്തോളം വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും അവിടെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിപ്പോയി എന്നുള്ളത് വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ വ്യക്തി വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. പ്രാക്ടിക്കൽ ഇൻ ദ സെൻസ് പറഞ്ഞാൽ ഇമോഷണലി അല്ലാത്ത അവസ്ഥ. നിങ്ങൾ വേറെ ഇമോഷണലി കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആ വ്യക്തിയിലാണെങ്കിൽ ഈ ഒരു വ്യക്തി നേരെ ഓപ്പോസിറ്റുള്ള വ്യക്തികളായിരിക്കുക. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാനും അല്ലെങ്കിൽ ഈക്വൽ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ചിലപ്പോൾ എടുത്തതായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകാം കുറച്ച് പേരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യക്തിയുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദ 10 ഓഫ് വൺസ്, അതായത് ഒരുപാട് ഭാരങ്ങൾ താണ്ടി, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചുമക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്തുകൊണ്ടും എനിക്കത് ഇറക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥ. ദ 10 ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്താ, വേണ്ടാത്തൊരു ഭാരങ്ങൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുക്ക വരണം. അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ വ്യക്തിക്ക് ഹീൽ ചെയ്യാൻ അവിടെ നിങ്ങളുടെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ വ്യക്തിക്ക് കൂടുതലായിട്ട് ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കും ആ ഒരു വ്യക്തിയുടെ ഇടയിലും ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ വ്യക്തിക്ക് നല്ല രീതിയിൽ ഹീൽ ചെയ്യണം. പക്ഷെ അതിന് പറ്റുന്നില്ല. അങ്ങനെയുള്ള രീതിയിൽ വ്യക്തി വളരെയധികം ഒരു ഭാരം എടുത്ത് നിൽക്കുന്നത്, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തൊക്കെയോ ചെയ്തു പോയി എന്നുള്ള ഒരു കുറ്റബോധം, റിഗ്രറ്റ് വ്യക്തിയുടെ മൈൻഡുള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇറക്കി വെച്ച് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് എനർജിയിലെങ്കിലും തുടർന്നൂടെ എന്നുള്ള എനർജിയൊക്കെ പല വ്യക്തികളുടെയും മൈൻഡിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല. എന്നാൽ അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലാണ്. ഒരുപാട് ദേഷ്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ. എന്ത് ചെയ്യണം, എന്താ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊന്നും ഓവർകം ചെയ്യുക, മറികടക്കുക എന്നുള്ളതൊന്നും വ്യക്തിയുടെ മൈൻഡിലില്ല. പക്ഷെ അത് ഈ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ വ്യക്തി എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം വ്യക്തിയെ വേട്ടയാടുന്ന രീതിയിൽ പിന്തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തി ഒരുപാട് പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻ, ഈ ഒരു സ്നേഹത്തോടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണോ അതൊക്കെ മാറ്റിക്കൊടുത്തത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്ന ആ ഒരു നിമിഷം മുതലാണ്. അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി ഇല്ലാത്തൊരു പേഴ്സണെ ആയിരിക്കാം നിങ്ങൾ വളരെയധികം നല്ല രീതിയിലൊരു മെച്യൂർ മാൻ അല്ലെങ്കിൽ മെച്യൂർ വുമൺ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. എന്നിരുന്നാൽ പോലും
ആ ഒരു വ്യക്തി അത് ഓർക്കുന്നുണ്ട് വളരെയധികം. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വ്യക്തി ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു തോട്ട് വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം അത് വിട്ട് നിങ്ങളെന്നുള്ള ഒരു സർക്കിൾ വിട്ടു പോകാൻ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ വ്യക്തിക്ക് നല്ല രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഹീലിംഗ് ആവശ്യമുണ്ട്. അതുകൊണ്ട് വരണം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് എനർജി നിൽക്കുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് പോകുന്നുണ്ട് കുറച്ച് പേരുടെ എനർജി. നോക്കാം നമുക്ക് വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട് എന്തൊക്കെയാണ്. ദ 5 ഓഫ് പെൻഡക്കിൾ ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് സോഡ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ മറികടക്കണമെങ്കിൽ ആദ്യം വ്യക്തിയായിട്ട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങളുടെ അടുക്ക വന്നിട്ടൊരു കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരുപാട് ഇൻവാലിഡ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ വെച്ച് മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഏത് നിമിഷം ഒരു അംഗത്തിന് ഉറപ്പെടാമെന്നുള്ള ആ ഒരു യുദ്ധത്തിനല്ല ഇത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നല്ല രീതിയിൽ ഈഗോ ഉള്ളതായിട്ട് ഇപ്പോഴും അത് അനുവദിക്കുന്നില്ല. ഒരു സിറ്റുവേഷൻ പോകുമ്പോൾ സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുക്ക് വരാൻ നോക്കുമ്പോൾ അത് എന്ന പാടും അല്ലെങ്കിൽ വേണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്നുള്ള ചിന്തയൊക്കെ വ്യക്തിയുടെ മൈൻഡിലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് നിങ്ങളാണ് ഈ ഒരു വ്യക്തി ചേസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വ്യക്തിയുടെ മൈൻഡിൽ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ചേസ് ചെയ്ത് വരുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം നമ്മളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യത്തെ ഓർത്തിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുക അല്ലേ. കാരണം ആ ഒരു കാര്യം നമ്മളുടെ കയ്യിലുണ്ടായ സമയത്ത് അതിൻ്റെ മൂല്യം എത്രയാണെന്നോ അതിൻ്റെ വാല്യൂ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും അത്ര പണ്ടത്തെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക, ഒരു ഡിപ്പെൻഡൻറ്റ് നേച്ചറിൽ നിന്നും നിങ്ങൾ മാറി. കാരണം ഒരു സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ട് പോയി നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാറി നിന്ന് നിങ്ങൾ ഈ ഒരു ഇതെവിടം വരെ പോകും നോക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേര് നോക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള രീതിയിൽ വ്യക്തിക്കൊന്നും മനസ്സിലാവാത്തൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മുന്നേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാതിരുന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായിരുന്നത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾ തന്നെ പറയുന്നതായിട്ട് അല്ലെങ്കിൽ പറയണം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 9 ഓഫ് സോഡ്. ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും അത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ 2 ഓഫ് കപ്സ്. ഓക്കെ, ദ 2 ഓഫ് സോഡ്. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ വരണം. അല്ലെങ്കിൽ അല്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്കൊരു എന്താ പറയുക, ഒരു റിഗ്രറ്റിംഗ് എനർജി പോലെയൊക്കെ ഉണ്ടാവും. വളരെ സ്ലോ എനർജിയൊക്കെ കുറേ പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ ഇറ്റ്സെൽഫ് എന്നൊക്കെ പറയുന്നത് സ്ലോ എനർജിയാണ്, പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറി പോകണം, അല്ലെങ്കിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കാണിച്ചാലും, ഇമോഷണലി നിങ്ങളിൽ നിന്നും വേണ്ട അത്രത്തോളം മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാലും അവിടെ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു മെമ്മറീസ് വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ ഒരു തേർഡ് പാർട്ടി വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു പിരിമുറുക്കം പോലെ, മാനസിക പിരിമുറുക്കം പോലെ കൊടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തി അത്രയും പ്യുവറായിട്ട് അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ ഉപേക്ഷിച്ച് പോയ സമയത്ത് ആ ഒരു വ്യക്തി ഒരിക്കലും മനസ്സിലായിട്ടില്ല. കാലചക്രം ഒരിക്കലും കറങ്ങിത്തിരിഞ്ഞ് വ്യക്തിയിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് കാണില്ല. ഇപ്പോൾ ഇത് സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം വ്യക്തിയുടെ മൈൻഡിലേക്ക് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് കാണിക്കുന്നത്. ദെൻ വി ഗോട്ട് ദ നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡാണ്. അതൊരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഇത് സോൾമേറ്റ്, പലരെ സംബന്ധിച്ച് സോൾമേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് പോലെ, എന്താണ് സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. വേറൊരു പേഴ്സൻ്റെ എൻട്രി ചിലപ്പം ഇവിടെ ഒരു ബാധകമായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ടാവും. അതായത് വേറൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒരു സാഹചര്യത്തിൻ്റെ പേരിലോ നിങ്ങളെ മാറ്റി നിർത്തിപ്പോയ വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അന്ന് നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്നോ പോകെ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സ്നേഹം എന്താണെന്നും നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ
വ്യക്തി അതൊന്നും കാണിക്കാതെ എല്ലാം മനസ്സിൽ തന്നെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളൊരു കള്ളം എന്നുള്ള രീതിയിലൊക്കെ മാറ്റും. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി കള്ളം പറഞ്ഞ് നിന്ന സമയത്ത് നിങ്ങളെല്ലാം വിശ്വസിച്ചിട്ടുണ്ടാകും. ചിലപ്പം ആ ഒരു വ്യക്തിക്കറിയാം നിങ്ങളെ ഇവിടെ ഈ ഒരു സാഹചര്യത്തെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തി പിടിച്ചു നിൽക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിട്ടുണ്ടാകാം. അതിനൊക്കെ റിഗ്രറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാറില്ലേ പുലി വരുന്നേന്ന് പറഞ്ഞ് ശരിക്കും പുലി വന്നപ്പോൾ വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലരുടെയും അവസ്ഥ. കാരണം ആ ഒരു വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത രീതിയിലേക്ക് വ്യക്തിയായിട്ട് സാഹചര്യത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ പ്യുവറായിട്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാരെ സംബന്ധിച്ചതാണ് ഒരു ഈഗോ വെച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടാകാം. ചിലപ്പം നിങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് കുറച്ചും കൂടി ഇതായത്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകാമായിരുന്നു എന്ന് തോന്നുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു വ്യക്തി അതൊക്കെ വിചാരിച്ച് അങ്ങനെയും കാണിക്കുന്നുണ്ട് കുറച്ച് പേര്. പക്ഷേ റിഗ്രറ്റിംഗ് എനർജിയിൽ നിങ്ങളുടെ എനർജി കുറച്ചൊരു 5% പോലെ കാണിക്കും. അതായത് ഞാനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് മുന്നോട്ട് പോയായിരുന്നു, അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് വൈസ് വേഴ്സയാകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഞാനിനി പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെയധികം നിങ്ങൾ ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പം ഈ ഒരു എഫേർട്ട് എടുത്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേണ്ട, എപ്പോഴും അവരെന്നെ അല്ലേ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും വരട്ടെ, അവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ള കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള കാര്യമല്ലല്ലോ, അവർക്കും ഒരു എഫേർട്ട് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച് രണ്ടുപേരുടെ ഈഗോവും വളരെയധികം സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പത്തിനൊപ്പം പറയുന്ന ഒരു എനർജി. ഇതിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കുറച്ച് ഞാൻ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന റീഡിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുക രണ്ടുപേർക്കും അല്ലെങ്കിൽ ഇത്രയും നാൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊന്നും അറിയില്ല. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ട്, മൊമെൻറ്റ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈഗോ നിങ്ങളെ അങ്ങോട്ട് പോയി മിണ്ടാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയും അതേപോലെ വിചാരിച്ച് നിൽക്കണം, എപ്പോഴും ഞാനല്ലേ അങ്ങോട്ട് പോയി മിണ്ടാൻ ഒരു എഫേർട്ട് എടുക്കുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നതാവാം. അല്ലെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വെച്ചു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. We don't want these much cards. Okay. We have the Hierophant. Okay. നിങ്ങളിൽ പലർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ട് വ്യക്തിയുടെ ലൈഫിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഇവിടെ നിങ്ങളിൽ ഒരാൾ ഈ ഒരു ടൈം നല്ല രീതിയിലൊരു സ്പിരിച്വൽ സപ്പോർട്ട് തേടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു സ്പിരിച്വൽ നിങ്ങൾക്ക് ഒരു നമ്മൾ ടാരറ്റ് റീഡേഴ്സ്, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പലരെ സംബന്ധിച്ച് ഒരു ഫ്രണ്ട്സ് ആകാനും ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുടെ ഒരു സപ്പോർട്ട്, അത് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ സപ്പോർട്ട് തേടുന്നതായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരു സ്പിരിച്വൽ സപ്പോർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ ടാരറ്റ് റീഡേഴ്സോ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനോ അങ്ങനെയുള്ള രീതിയിൽ പോകണമെന്നില്ല. ചിലവർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ആരും ആവാം, അല്ലേ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാവാം ചില സമയത്തൊക്കെ. അതായത് നിങ്ങൾക്ക് ആ ഒരു ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങൾക്ക് തീർച്ചയായും ഒരു മറുപടി തരും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ 7 of Cups എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഒരുപാട് ചോയ്സ് ഉണ്ടാകും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം. സ്റ്റിൽ നിങ്ങളും ആ ഒരു വ്യക്തിയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെ എനർജി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെയിറ്റിംഗ് എനർജിയിലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ആ ഒരു വ്യക്തിക്കും ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, എടുത്ത് കാണിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസിനും അതുപോലെ തന്നെ ചൂസ് ചെയ്യാനും ഏറ്റവും കൂടുതലുള്ള റൈറ്റ് നിങ്ങൾക്കാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാൻ അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി, ഇത് 7 of Swords എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റീനെ കാണിക്കുന്ന ഒരു കാർഡാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് പേരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഒരു റൈറ്റ് ആയിട്ടുള്ള വ്യക്തികളെ തന്നെ ചൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് പേര് എൻഡപ്പായി പോയിട്ടുള്ള സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കാണ്
ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കാണിക്കും. ഇവിടെ കീപ്പപ്പ് ചെയ്യാൻ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ആ ഒരു വ്യക്തിയായിട്ട് എഫേർട്ട് എടുക്കുമെങ്കിൽ അത് ഏറ്റവും മികച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ല അല്ലെങ്കിൽ എനിക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ലൈഫോട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകാം എന്നാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയും പോകാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് യൂണിവേഴ്സൽ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. കാരണം എന്താണോ നിങ്ങൾക്ക് വേണ്ടി വേണ്ടതെന്നും അതുപോലെ തന്നെ എന്താണ് വേണ്ടാത്തതെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളൊരു ടൈമാണ്. അതുപോലെ തന്നെ വ്യക്തിയുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ, ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിന്നിട്ട് കാര്യമില്ല. എന്ത് തന്നെ ഉണ്ടെങ്കിലും ലൈഫിൽ ഇത്രയും ഓപ്ഷൻ ഒരുമിച്ച് ചൂസ് ചെയ്യാൻ ഒരിക്കലും ഒരാൾക്കും പറ്റില്ല അല്ലേ. അപ്പോൾ അതിൽ നിന്നും ശരിയായത് എന്താണ്, ഇപ്പോൾ ഈ ഒരു കപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഒരുപാട് വജ്രങ്ങളും അതുപോലെ തന്നെ രത്നങ്ങളൊക്കെ പതിച്ച ഒരുപാട് കപ്പുകൾ നമ്മളുടെ മുന്നിലുണ്ട്. എന്നാൽ ഒരുപാട് ഇതിൽ പാമ്പും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളും നമുക്കിവിടെ കാണാം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. നല്ല കപ്പ് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് അർഹിക്കുന്ന കപ്പ് ഏതാണ് എന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അതൊരിക്കലും നമുക്ക് പുറമേയുള്ള ഭംഗിയിലോ അല്ലെങ്കിൽ പുറമേ കാണുന്ന ആ ഒരു കപ്പിൻ്റെ ഭംഗിയിൽ ചിലപ്പം അത് ചൂസ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സപ്പോർട്ടറോട് ചോദിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ. പിന്നെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഡാം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ ഡിയേഴ്സ്.